കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നാണ് പയ്യാമ്പലം. ആ ഡിവിഷനെ വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ്. അവിടെ UDFിന് റിബൽ സ്ഥാനാർത്ഥിയും വന്നിട്ടുണ്ട്. അതും വാർത്തക്കുള്ള മറ്റൊരു കാര്യമാണ്. പയ്യാമ്പലത്ത് മറ്റൊരു കാര്യം, ഈ പയ്യാമ്പലം ഡിവിഷനിൽ നിന്നും അഡ്വക്കേറ്റ് പി ഇന്ദിര വിജയിക്കുകയും UDFിന് അധികാരം ലഭിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ പാർട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര. അപ്പോൾ അഡ്വക്കേറ്റ് പി ഇന്ദിര വിജയിച്ചാൽ, UDFിന് ഭരണം ലഭിച്ചാൽ പയ്യാമ്പലത്തിന് ഒരു മേയറെയാണ് കിട്ടാൻ പോകുന്നത്. വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് UDF വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത്. പലവിധ ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും അതെല്ലാം കൃത്യമായ മറുപടി നൽകി പ്രതിരോധിക്കാൻ UDF നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നേതാക്കളൊക്കെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ മുൻപന്തിയിൽ നിന്ന നേതാവാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര. ഓരോ വിഷയങ്ങൾ എടുത്താലും സംസാരിക്കുന്നതായാലും വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലായാലും ജനപ്രതിനിധി എന്ന നിലയിൽ വിജയിച്ച ഒരു നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ഇന്ദിര തന്നെ ചേരുന്നു. വലിയ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് പയ്യാമ്പലത്തേക്ക് വന്നത്. എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ മനസ്സിൽ ആദ്യം തന്നെ പയ്യാമ്പലം ഉണ്ടായിരുന്നു. അവിടത്തേക്ക് തന്നെ ഒടുവിൽ എത്തുകയും ചെയ്തു. പയ്യാമ്പലത്ത് ഇങ്ങനെ എല്ലാ വോട്ടർമാരെയും കണ്ടു. കുറച്ച് വോട്ടർമാരേ ഉള്ളൂ, ഏതാണ്ട് 1000-ഓളം വോട്ടർമാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ആളുകളെയൊക്കെ കണ്ടപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണോ? തീർച്ചയായും നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം 1354 വോട്ടർമാരാണ് ഈ ഡിവിഷനിലുള്ളത്. പരമാവധി ആളുകളെ നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില ആളുകൾ ബാംഗ്ലൂർ മറ്റു സ്ഥലങ്ങളിൽ ഉള്ള ആളുകളാണ്. അത്തരം ആളുകളെ ഫോണിലും ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും നല്ല ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ UDFിൻ്റെ പ്രവർത്തകന്മാർ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ കൗൺസിലർമാരും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ മുൻഗാമികൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വലിയ ചർച്ചയാണ്. അങ്ങനെ പയ്യാമ്പലത്ത് എത്തുമ്പോൾ നമ്മുടെ ജയസൂര്യേട്ടൻ്റെ കാര്യം ആളുകൾ പറയുന്നുണ്ടോ? ജയസൂര്യേട്ടൻ എന്താ നിങ്ങളുടെ നിഴൽ പോലെ ഒപ്പമുണ്ടല്ലോ, ജയസൂര്യേട്ടനെ കുറിച്ചൊക്കെ എന്താ പറയുന്ന ആൾക്കാർ? അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ജയസൂര്യേട്ടന് ഉണ്ടെങ്കിൽ വോട്ട് നിങ്ങൾക്ക് തന്നെ എന്നുള്ള ഒരു മറുപടിയാണ് എല്ലാവരിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ജയസൂര്യേട്ടനെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങൾ UDFിൻ്റെ ആളുകൾ പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഡിവിഷൻ്റെ വികസനത്തിന് കഴിഞ്ഞ ജയസൂര്യേട്ടൻ ചെയ്ത പ്രവർത്തനങ്ങൾ അത് വളരെ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അതിന് ഒരു തുടർച്ച എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകാൻ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ അതും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്തായാലും ഈ ഒരു പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നല്ല ഒരു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യഘട്ടത്തിനേക്കാൾ ഉപരി നല്ല ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. എന്തായാലും നമ്മൾ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെ. ഇരട്ട എഞ്ചിൻ കൗൺസിലർ ഉണ്ടാവും അല്ലേ? ജയസൂര്യേട്ടൻ ഒരു ഭാഗത്ത്, അഡ്വക്കേറ്റ് പി ഇന്ദിര. തീർച്ചയായും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. കാരണം 2 പേരെ കിട്ടി എന്നുള്ളതാണ് ഇവിടെ ആളുകൾ പറയുന്നത്. കാരണം ഏത് സമയത്തും പാതിരാത്രിക്കായാലും വെള്ളപ്പൊക്കമായാലും കോവിഡിൻ്റെ സമയത്തായാലും ജയസൂര്യേട്ടൻ ഈ വാർഡുകളിൽ ഈ ഡിവിഷനിൽ നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മൾക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആളുകളും നമ്മുടെ ഒപ്പമുണ്ട്. കാരണം ഒരു UDF ഭരണത്തിലെത്തുമെന്നുള്ള ഒരു വിശ്വാസവും എല്ലാവർക്കുമുണ്ട്. ആ എത്തി നിൽക്കുമ്പോൾ UDF ഭരണത്തിലിരിക്കെ പയ്യാമ്പലത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെ ഇവിടുത്തെ വോട്ടർമാർക്കും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ജയസൂര്യേട്ടൻ ചെയ്തതിൽ കൂടുതൽ എന്തൊക്കെയാണ്, എന്തെങ്കിലും മനസ്സിലുണ്ടോ? തീർച്ചയായും ഇവിടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പയ്യാമ്പല ശ്മശാനമാണ്. ആ ശ്മശാനം എന്തായാലും ആധുനിക രീതിയിലുള്ള ഒരു നല്ല ഒരു ശ്മശാനമായി ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പ്രയോറിറ്റി അതിന് തന്നെയാണ്. പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം പയ്യാമ്പലം ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അവർക്ക് ഇവിടേക്ക് കടന്നു വരുന്ന വഴികളൊക്കെ തന്നെ നല്ല സൗന്ദര്യവൽക്കരണം നടത്തണം, എല്ലാം നല്ല എന്താ പറയുക രാജപാതയാക്കി മാറ്റണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്.
അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരണം. പിന്നെ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അവരോട് സംസാരിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഈ പയ്യാമ്പലത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ആരോപണങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് പയ്യാമ്പലം ശ്മശാനം. അവിടെ ഈ വൈദ്യുതി ശ്മശാനം, വാതക ശ്മശാനം ഇതൊക്കെ തന്നെ ഇപ്പോൾ പേരിന് മാത്രമാണ്, പ്രവർത്തിക്കാത്ത ഒരു പരമ്പരാഗത രീതിയാണ് ഇപ്പോഴും. അതിൻ്റെ പുകയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കുമല്ലോ ആളുകൾ പറയുന്നത്. നമുക്ക് പൂർണ്ണമായും ഈ ഇലക്ട്രിക്, അതായത് വാതക ശ്മശാനത്തിലേക്കൊക്കെ ഈ സംവിധാനത്തെ മാറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് പയ്യാമ്പലം ആകുമ്പോൾ ആ ചൂട് കാറ്റ്, ഉപ്പ് കാറ്റ് എന്ന് പറയുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്ഥാപിക്കുന്ന ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകുന്നത്. അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ ടെക്നോളജി നമുക്കറിയാലോ, ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടുള്ള വാതക ശ്മശാനം തന്നെ നമ്മൾ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു പ്രാകൃതമായിട്ടുള്ള സംസ്കാരം അത് ഒഴിവാക്കുക തന്നെ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ അതിനോട് ലിമിറ്റ് ചെയ്ത് പോവുക എന്നുള്ളതും, എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ആ ഒരു പ്രാകൃത രീതിയിലുള്ള ശവസംസ്കാരം നടത്തുന്നത് പാടെ ഒഴിവാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്മശാനം തന്നെ ഇവിടെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞു, അവരൊക്കെ ജനങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ അതുകൊണ്ട് വിശ്വാസത്തിലുമാണ്. എന്തായാലും അത് നമുക്ക് ഇത്രയും കാലം ഞങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കാരണം നമുക്ക് CRZൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഒരു 2 കോടി രൂപയോളം നമുക്ക് അവിടെ ഫണ്ടിൽ കിടക്കുകയാണ്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് CRZൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പദ്ധതിയിലേക്ക് പോകുക തന്നെ ചെയ്യും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി പയ്യാമ്പലത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു റിബൽ ഭീഷണി, അതൊരു ഭീഷണിയായി നിൽക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിടുകയാണോ? അങ്ങനെ ഒരു റബലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെ ഒരു റബൽ സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ള ഫീൽ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു വോട്ട് അവർ കൊണ്ടുപോകും എന്നുള്ള വിശ്വാസവും ഇല്ല. എല്ലാവരും നമുക്ക് 100% സപ്പോർട്ട് തന്നെയാണ്. അത് ഏത് തരത്തിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് എവിടെ നിന്ന് പോലും ഒരു ചർച്ച പോലും ചെയ്യേണ്ടതായി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും തീർച്ചയായും. കഴിഞ്ഞ പ്രാവശ്യം ജയസൂര്യേട്ടൻ 250 വോട്ടിനാണെങ്കിൽ ജയസൂര്യേട്ടൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അതിൽ കൂടുതൽ വോട്ടിൽ എന്തായാലും ജയിക്കും. ഈ BJP ജയിക്കും എന്നൊക്കെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഡിവിഷനാണ് ഈ ഒന്ന് ടെമ്പിളാണ്, മറ്റൊന്ന് പയ്യാമ്പലമാണ്. ആ സ്വപ്നമൊന്നും നടക്കാൻ പോകുന്നില്ല. 2 സ്വപ്നവും നടക്കാൻ പോകുന്നില്ല. ടെമ്പിളിൽ നമുക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. അതോടൊപ്പം തന്നെ പയ്യാമ്പലം ഏത് അടിസ്ഥാനത്തിലാണ് അവർ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയതെന്ന് അറിയില്ല. എന്തായാലും ആ തരത്തിലുള്ള ഒരു റിസൾട്ടും അവർക്ക് വരാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ നേടിയ വോട്ട് പോലും BJPക്ക് ഇത്തവണ ലഭിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. 2ാം സ്ഥാനത്ത് ആരായിരിക്കും? അത് പറയാൻ പറ്റില്ല. അത് ജനങ്ങൾ തീരുമാനിക്കും. 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അവർ നടത്തട്ടെ, അത്ര തന്നെ. എന്തായാലും ഞങ്ങൾ 1ാം സ്ഥാനത്ത് ബഹുഭൂരിപക്ഷം മുന്നിൽ തന്നെ ഉണ്ടാവും. എന്തായാലും KPCC അംഗം നമ്മുടെ അമൃത രാമകൃഷ്ണനും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ ഡിവിഷനുകളും ടെമ്പിളിൽ കണ്ടിരുന്നു, മറ്റ് ഡിവിഷനുകളൊക്കെ കണ്ടിരുന്നു. നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ അഡ്വക്കേറ്റ് P. ഇന്ദിരയുടെ കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ ആളുകളൊക്കെ പറയുന്നത്? അഡ്വക്കേറ്റ് P. ഇന്ദിരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂരിലെ പൊതുരംഗത്ത് നിറസാന്നിധ്യമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. മാത്രമല്ല അഡ്വക്കേറ്റ് ഇന്ദിരയുടെ ആ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിൽ കൃത്യമായി അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ ഒരാൾ എന്ന തരത്തിലും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അതൊക്കെ മാത്രമല്ല, പയ്യാമ്പലം ഡിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മുടെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ ഈ പയ്യാമ്പലവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജയസൂര്യേട്ടൻ്റെ കൂടെ വളരെ അടുത്ത് എനിക്ക് പ്രവർത്തിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ CUCയുമായി ബന്ധപ്പെട്ട്. ഇതുപോലെ ഓരോ വീട്ടിലും കയറിയിട്ട് നമ്മൾ CUC ടീം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോ വീട്ടിലും ജയസൂര്യേട്ടനുള്ള ആ ഒരു സ്വീകാര്യതയും അദ്ദേഹത്തിനുള്ള ആ ഒരു സ്ഥാനം, കാരണം എപ്പോഴും ഒരു വിളിപ്പുറത്ത് അകലെയാണ് അദ്ദേഹം.
അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാം ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ജയസൂര്യേട്ടന് മുന്നേ മൺമറഞ്ഞു പോയ നമ്മുടെ കൗൺസിലർ രാധേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഏറ്റവും ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു ശൈലിയാണ് അത് ഇനിയും പയ്യാമ്പലത്ത് തുടരുക തന്നെ ചെയ്യും. അവിടെ ഇന്ദിരാ വക്കീലിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് കോർപ്പറേഷൻ്റെ ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം. ഒരു സ്വകാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മത്സരിക്കാതെ മാറി നിൽക്കുകയാണ്. UDF എന്തായാലും ഭരണം ലഭിക്കും എന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മേയറാകില്ലേ ഇന്ദിരാ വക്കീൽ? ആ കാര്യങ്ങളൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും UDF തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ അങ്ങനെയുള്ളൊരു ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമേ ഇല്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ആര് മേയറാവും എന്നുള്ളതൊക്കെ അതൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം മുന്നേ നമ്മൾ ഈ നാടെങ്ങനെ ആഗ്രഹിക്കുന്നു, അത് നാട്ടുകാർ തീരുമാനിക്കും. ആ ഒരു ഫൈനലായിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉചിതമായൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറഞ്ഞിട്ട് പ്രശ്നമാവുന്ന ഒരു വിഷയമല്ല. അതൊരു ശരിയായ രീതിയല്ലല്ലോ. അതൊക്കെ നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. അതിൽ നമ്മൾ കയറി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ എല്ലാ അർത്ഥത്തിലും ഒരു വാർഡിലെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി കോർപ്പറേഷനെ നയിക്കാൻ യോഗ്യല്ലേ? തീർച്ചയായിട്ടും യോഗ്യമാണ്. ഇന്ദിരാ വക്കീൽ ഡെപ്യൂട്ടി മേയറായിട്ട് അവർ കാഴ്ചവെച്ച ആ ഒരു പ്രവർത്തനമൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അവരുടെ ആ ഒരു പ്രവർത്തന ശൈലി കണ്ടുവരുന്നവരാണ്. അത് തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇന്ദിരാ വക്കീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണൂരിൽ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നതിലും അപ്പുറം അവർക്ക് ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. അവരുടേതായ കഴിവ് എല്ലാ മേഖലയിലും തെളിയിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ ഉത്തരവാദിത്വവും വളരെ മനോഹരമായിട്ട് നിർവഹിച്ച ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അതിൽ ശുഭവാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ശുഭവാർത്ത തന്നെ ഉണ്ടാവും. എന്തായാലും ജയസൂര്യേട്ടനാണ് താരം. ജയസൂര്യേട്ടൻ ഒരാളോട് വോട്ടിന് പറഞ്ഞാൽ അവർ പിന്നെ മാറി ചിന്തിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അഡ്വക്കേറ്റ് പി ഇന്ദിരയെ നയിക്കുന്നത്. അത് വിജയത്തിലെത്തില്ലേ? 100% വിജയത്തിലെത്തും. ആർക്കും ഒരു ഇഷ്ടക്കേടുണ്ടായിട്ടില്ല. അതുകൊണ്ട് 100% വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ എപ്പോഴും 365 ദിവസം സക്രിയമെന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അത് വോട്ടായി മാറുന്ന എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവരോടും പറഞ്ഞോ വോട്ട്? എല്ലാവരും ഒരു റൗണ്ട് കഴിഞ്ഞു, 2 റൗണ്ട് കഴിഞ്ഞു. ഇനിയും 2 റൗണ്ടും കൂടി പോവും. വോട്ട് ഉറപ്പിക്കും. എന്തായാലും ജയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും മനസ്സിലില്ല, ചിന്തയിലില്ല. ഒന്നുമില്ല, ജയം മാത്രം ചിന്തയിലുള്ള. റിബൽ ഭീഷണി ഒരു പ്രശ്നമേ അല്ല. ഒരു പ്രശ്നമില്ല. റിബൽ ഭീഷണി ഒരു പ്രശ്നമേ അല്ല. പാർട്ടിയാണ് വലുത്. പാർട്ടിക്കപ്പുറം വേറെ ഒന്നുമില്ല. പാർട്ടിക്ക് അപ്പുറം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ റിബലുകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരിക്കൽ ഈ ഇങ്ങനെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇങ്ങനെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുക, അതിനുശേഷം നേതൃത്വവുമായി സംസാരിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വരിക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെ നിർണായകമായ ഒരു പോരാട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തിയവർ പിന്നെ പാർട്ടിയിൽ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതല്ലേ? ശരിക്കും 100% ഉണ്ടാകേണ്ടതാണ്. കാരണം ഒരു കാര്യം തിരിച്ചെടുക്കാൻ പാടില്ല. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1995 മുതൽ അന്ന് പി ഭാസ്കരേട്ടനാണ് സ്ഥാനാർത്ഥി. എന്നെ പേരാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പി ഭാസ്കരൻ മാറിക്കൊടുക്കുന്നു, അദ്ദേഹത്തെ വിജയിച്ചു, ചെയർമാനാക്കി. അങ്ങനെ പല കൗൺസിലർമാർ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ പാർട്ടിയെ നയിക്കാൻ ഒരാൾ വേണം, അവർക്കൊരു സുരക്ഷിതമായ സീറ്റ് വേണം എന്ന് നേതൃത്വം തീരുമാനിച്ചാൽ പ്രാദേശിക ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി ആദ്യം ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അവർ മാറി നിൽക്കുക എന്നതാണ് പാർട്ടിക്കൂറ്. അതാണ് പാർട്ടിക്കൂറ്. വല്ല അച്ചടക്ക ലംഘനമാണ്. അത് ഒരിക്കലും പൊറപ്പിക്കാൻ പറ്റില്ല. കോൺഗ്രസിനെ നെഞ്ചേറ്റുന്ന ആരും അത് അംഗീകരിക്കില്ല. അതാണ് ഒരു സത്യം. അഡ്വക്കേറ്റ് പി ഇന്ദിര, ഒറ്റ കാര്യം കൂടി, ഈ റിബലുകളെ ഇങ്ങനെ നമ്മൾ നേരത്തെയും കണ്ടിരുന്നല്ലോ, ഇങ്ങനെ റിബലുകളെ വരുന്നു, റിബലുകൾ ഇങ്ങനെ പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ശരിയല്ല. പിന്നിൽ നിന്ന് കുത്തിയവർ പുറത്ത് തന്നെ അത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ ശരിക്കും പാർട്ടി? അല്ല, നേതൃത്വം തീരുമാനിക്കുന്നതാണ്. ഞങ്ങളൊക്കെ ഒരു സാധാരണ പ്രവർത്തകന്മാരാണ്. അത് പാർട്ടി അച്ചടക്കത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. അത് നേതൃത്വം തീരുമാനിച്ച് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. അതിൽ നമുക്കൊന്നും അഭിപ്രായമില്ല. ഇങ്ങനെ വീടുകളിലൊക്കെ കയറുമ്പോൾ എന്താ പറയുന്നത്? ജയ ഉറപ്പല്ലേ? ഉറപ്പാണ്, ഒരു സംശയമില്ല. കാരണം ജയസൂര്യേട്ടൻ്റെ ഒന്നിച്ച് നടക്കുമ്പോൾ അതിന് ഒരു ശക്തി കൂടുതലാണ്. മുന്നേ ചെയ്തു തന്നെ ജയസൂര്യേട്ടൻ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ശക്തിയിൽ തീർച്ചയായും ജയിക്കും. ആ ഒരു വിശ്വാസമുണ്ട്.
എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് പയ്യാമ്പലത്ത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ഇന്ദിര ഉള്ളത്. ജയത്തിനപ്പുറം മറ്റൊരു ചിന്തയുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം, ആത്മവിശ്വാസം വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം, റിബൽ ഭീഷണി, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടി കഴിഞ്ഞ തവണത്തേതിലും ഭൂരിപക്ഷം ലഭിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ പയ്യാമ്പലം ഡിവിഷനിൽ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പയ്യാമ്പലത്തിന് ഒരു മേയർ എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ആത്മവിശ്വാസം ഈ നാടിനുണ്ട് എന്നുള്ളതുകൂടി ഇന്ദിര വക്കീലിനുള്ള ഒരു പ്ലസ് പോയിന്റാണ്. എന്തായാലും ഈ നേതാക്കളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ ഡിവിഷൻ്റെ കൗൺസിലർ ജയസൂര്യേട്ടൻ്റെ ഒരു പ്രവർത്തന മികവ് അതുകൂടിയാണ് ഇവിടെ വോട്ടാകാൻ പോകുന്നതെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ഇന്ദിര തന്നെ പറയുകയാണ്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനം ഈ UDFൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ലഭിക്കും, അവിടെ അഡ്വക്കേറ്റ് പി ഇന്ദിര മേയറായി വരും. ഇത് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതേ രീതിയിൽ തന്നെയുള്ള ഒരു വിശ്വാസം ഈ പയ്യാമ്പലത്തെ ജനതക്കുമുണ്ട്. അവർ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പയ്യാമ്പലം ശ്മശാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടുത്തെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രയോറിറ്റി അതിനായിരിക്കും എന്നുകൂടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ഇന്ദിര വ്യക്തമാക്കുകയാണ്. ജയിക്കും എന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല. ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര, അതോടൊപ്പം തന്നെ ഈ KPCC അംഗം അമൃത രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം തന്നെ പറയുന്നത്. വലിയ ഒരു പോരാട്ടത്തിൻ്റെ ചിത്രമാണ് പയ്യാമ്പലത്ത് നിന്നും തെളിയുന്നത്. നമ്മൾ വോട്ടെണ്ണുമ്പോൾ ആദ്യം അന്വേഷിക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാകും പയ്യാമ്പലം. ആദ്യം റിസൾട്ട് വരുന്ന ഒരു ഡിവിഷൻ കൂടിയാകും പയ്യാമ്പലം. ഒരു ആകാംക്ഷയുടെയും കാര്യമില്ലാതെ തന്നെ പയ്യാമ്പലത്ത് ജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പയ്യാമ്പലത്ത് പ്രചരണ പ്രവർത്തന രംഗത്ത് അഡ്വക്കേറ്റ് പി ഇന്ദിര സജീവമായിട്ടുള്ളത്. പയ്യാമ്പലത്ത് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.